ലിസ്റ്റ് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് കളക്റ്റീവ് ബാർഗനിങ്. ഇങ്ങനെ കൂട്ടമായിട്ട് വിലപേശുന്നതിൻ്റെ എന്താ അഡ്വാൻറ്റേജ് നാലെണ്ണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താ, ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു നെഗോഷിയേറ്റ് റിഗാർഡിങ് പ്രൊഫഷണൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസ്. അതായത് പ്രൊഫഷണൽ തൊഴിൽ വിഷയങ്ങളിൽ ചർച്ച നടത്താനായിട്ട് ഇതൊരു അവസരം നൽകുന്നു. എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു നെഗോഷിയേറ്റ് റിഗാർഡിങ് പ്രൊഫഷണൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസ്. ദെൻ രണ്ടാമത്തത്, ഇത് ജീവനക്കാരുടെ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയീസ് ഡെമോക്രസി. ഇറ്റ് പ്രൊമോട്ട്സ് എംപ്ലോയീസ് അതായത് തൊഴിൽ ചെയ്യുന്നവരുടെ തൊഴിലാളികളുടെ ഡെമോക്രസീനെ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തത്, ഇത് ജീവനക്കാരും തൊഴിലുടമയും തമ്മിലുള്ള യോജിപ്പായിട്ടുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് എ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ദി എംപ്ലോയർ. ദെൻ നാലാമത്തെന്ന് പറയുന്നത്, ഇറ്റ് എംഫസിസ് ഓൺ ദി ഇൻട്രസ്റ്റ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് എംപ്ലോയി ആൻഡ് മാനേജ്മെൻറ്റ്. ഇത് ജീവനക്കാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും താല്പര്യങ്ങളിലും നേട്ടങ്ങളിലും ഊന്നൽ നൽകുന്നു. ഇറ്റ് എംഫസിസ് അതായത് കൂടുതൽ ഊന്നൽ നൽകുന്നത് ഓൺ ദി ഇൻട്രസ്റ്റ്. ആരുടെ ഇൻട്രസ്റ്റ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് എംപ്ലോയി ആൻഡ് അതായത് എംപ്ലോയി ആൻഡ് മാനേജ്മെൻറ്റ്. എംപ്ലോയിയുടെയും മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റും താല്പര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ ആ ബെനഫിറ്റുകളിലുമാണ് കൂടുതൽ ഇത് ഊന്നൽ നൽകുന്നത്, എംഫസിസ് കൊടുക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് കളക്റ്റീവ് ബാർഗനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇതൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നു ടു നെഗോഷിയേറ്റ് റിഗാർഡിങ് പ്രൊഫഷണൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസ്. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് employees democracy. Then it helps in maintaining a harmonious relationship between the employer and the employee. Then it emphasizes on the benefits and interests of employee and the management.